ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഞാൻ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഒരു ലഞ്ചും സ്നാക്കും തന്നെ പറയട്ടാ. രണ്ടായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. കുഞ്ഞു മക്കൾക്കാണെങ്കിൽ ലഞ്ചിന് കൊടുക്കാൻ പറ്റും, കുറച്ചും കൂടി വലിയ മക്കൾക്കാണെങ്കിൽ സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കൂടുതലായിട്ട് നീട്ടി വലിച്ചിട്ടൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ രാവിലെ തന്നെ പരുത്തിപ്പത്തിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നില്ല, അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു മുട്ടക്കറി സ്പെഷ്യലാണ്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഫ്രഷ് ക്രീമെല്ലാം ഇട്ടിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് മുട്ടക്കറി ആക്കിയതേ ഉള്ളൂ. അപ്പം ഫ്രഷ് ക്രീം ഞാൻ വാങ്ങിച്ച ഷോപ്പിംഗ് വീഡിയോ എല്ലാം കണ്ടിട്ടില്ലേ, അപ്പം ഇതുകൊണ്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. നട്ട്സും ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ടിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അധികം എരിവൊന്നും ഇല്ലാണ്ട് മക്കൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഒരു കുറുമയെല്ലാം കഴിക്കുന്ന ഫീലിങ്ങും, പക്ഷേ അത്യാവശ്യം എരിവെല്ലുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാ ഞാൻ പിന്നീട് ഇടാം. ഇതിടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്കൂളിൽ പറഞ്ഞേക്കലൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാത്തത്. ഇൻഷാ അല്ലാ പിന്നീട് ഇടാം. എല്ലാം ഒരുപോലെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെയെല്ലാം ഇടയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആവില്ല, അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് കുട്ടീസിൻ്റെ ലഞ്ച് തയ്യാറാക്കാം. 5 മുട്ട, അൺസാൾട്ടഡ് ബട്ടർ അതായത് ഉപ്പില്ലാത്ത ബട്ടർ, ചീസ്, പിന്നെ വെളുത്തുള്ളി, ഈ ഒരു ബന്നാണ് എടുക്കുന്നത്. നോർമൽ ബന്ന് എടുത്താൽ മതി, പിന്നെ ബർഗർ ബന്ന് എടുക്കണമെന്നില്ല, അതുണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 500 ml പാലും മൈദപ്പൊടിയാണ്. മൈദപ്പൊടി 1.5 ടേബിൾ സ്പൂണേ വേണ്ടുള്ളൂ. ഇനി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ അതും തേച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മുട്ട ഇതിലാണ് ഉടച്ചു കൊടുക്കുന്നത്. 5 മുട്ടയും ഞാനിങ്ങനെ ടെക് 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 എന്ന് പറഞ്ഞിട്ട് ഉടച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസി ആണെന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇറച്ചിയും മീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തീൻ്റെ ഒപ്പരം ബ്രെഡിൻ്റെ ഒപ്പരം അങ്ങനെയെല്ലാം ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞത് ഈ ഒരു ഗ്രേവിയാണ്. അപ്പം ഞാൻ 5 മുട്ടയിലേക്ക് കുറച്ചൊരു നുള്ളുപ്പും 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് അതായത് ഉണക്ക് കായ് മുളകാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇത് ഇടാണ്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒട്ടും എരിവ് വേണ്ടെങ്കിൽ അപ്പം ഞാനിത് ചിക്കി എടുക്കണം. ഇത് കുറച്ചൊരു ടൈറ്റ് ആയിട്ടാണ് ഞാനിങ്ങനെ ചിക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ പൊടിഞ്ഞതിൻ്റെ ടൈപ്പും. അപ്പം നമ്മളെ മുട്ട ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് അടുത്തൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ്. അപ്പം ഈ ഒരു പാനിലേക്ക് അൺസാൾട്ടഡ് ബട്ടർ അതായത് ഉപ്പില്ലാത്ത ബട്ടറില്ലേ, അത് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് കിട്ടും. മിൽക്കി മിസ്റ്റിൻ്റെതും ഉണ്ടാവും, അമൂലിൻ്റെതും ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിതൊന്നങ്ങ് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നേരത്തെ കാണിച്ച വെളുത്തുള്ളിയില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പറ്റുമെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് കൊടുത്താൽ മതി, കുനുകുനാന്നരിയില്ലേ അതുപോലെ. എന്നിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് അതായത് ഉണക്ക് കായ് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പച്ചമണയില്ലേ അതെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. തീ കുറച്ച് വെക്കണേ. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പാച്ചിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. സ്പാച്ചിൽ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇളക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്പൂൺ എടുത്താൽ മതി. എന്നിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1/2 ലിറ്റർ പാല് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് കൂടുതലായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ക്രീമി ഒരു ടെക്സ്ചർ കിട്ടും, പിന്നെ തീരെ കുറഞ്ഞു പോവണ്ട. അപ്പം നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടൈറ്റായി വരും. ആ ഒരു ടൈമിൽ മുന്നേ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കൂടി പോവണ്ട. ഇനി 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു നുള്ള് മുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ അതും 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള എല്ലാം, അതുകൊണ്ടാണ് ഇത്രയും ഇട്ട് കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് കുഞ്ഞു മക്കൾക്കെല്ലാം ആണെങ്കിൽ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണമെന്നില്ല. ഇനി ഈ ഒരു മുട്ട ഉടച്ചതെല്ലാം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ച് മാറ്റണം. വേറൊന്നും ചെയ്യണമെന്നേ ഇല്ല, അത്രക്കും ഈസിയാണ്. ഇത് നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നുണ്ടായിരിക്കും ഇത്രയും ലെങ്ത്ത് കാണുന്നത്. ഇങ്ങനെ നോർമലായിട്ട് ചെയ്യുന്നതാണെങ്കിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ ഒരു സ്ലൈസ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൊസറല്ല ചീസോ അല്ലെങ്കിൽ സ്ലൈസ് ചീസോ ചെഡാർ ചീസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. കുറച്ചും കൂടിയും മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് എരിവ് ഇപ്പം റെഡിയായത്. അപ്പം ടോട്ടൽ ഞാൻ 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ നമ്മൾ അത്യാവശ്യം എല്ലാം ടൈറ്റായി സെറ്റായിട്ടുണ്ട്.
കുറച്ചും കൂടിയും ആറിക്കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും, ഈ ഒരു ടൈറ്റ് കിട്ടും നമുക്ക്. ഇനി ഇത്ര മതി കേട്ടോ. ഇനി ടൈറ്റായി കഴിഞ്ഞാൽ നടക്കൂല. അഥവാ ടൈറ്റായിക്കുണ്ടെങ്കിൽ നമുക്ക് പാല് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക്. എന്നിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ബന്നില്ലേ, അത് ഞാൻ 4 ആക്കിയിട്ട് ഫുൾ കട്ട് ചെയ്യാണ്ട് ഇതുപോലെ മേലെ മാത്രം കട്ട് ചെയ്തിട്ട് താഴെ കട്ട് ചെയ്യാണ്ടില്ലേ, അതുപോലെയാണ് ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ ഒരു വൈറ്റ് സോസ് എന്നാണ് പറയുക, എഗ് ഗാർലിക് സോസ്, അതായത് മുട്ട സോസ് എന്നെല്ലാം പറയാം. പക്ഷേ നമ്മൾ മലയാളീസിൻ്റെ അതല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് പറയുന്നില്ല, പിന്നെ അത് സ്റ്റാൻഡേർഡ് പോവില്ലേ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ ഒരു ബന്നെല്ലാം മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് ഈ ഒരു സോസ് നിറച്ച് കൊടുക്കണം. ഇതിൽ മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 കൊല്ലം മുന്നേ ഞാൻ കൊറിയൻ ചീസ് ഗാർലിക് ബന്ന് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടേനും ഭയങ്കര വ്യൂസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ. പിന്നെ ആടെ വെച്ച് സ്റ്റെക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. കാണാത്തലുണ്ടെന്ന് കണ്ടോക്കെ കേട്ടാ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും FBയിലും എല്ലാം ഉണ്ട് കേട്ടാ. FBയിൽ ഇപ്പം അടുത്തേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ആ ഒരു ഐറ്റം ഞാൻ ചിക്കനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊന്നും ഇട്ട് വാട്ടോ എടുക്കുകയൊന്നും ചെയ്യേണ്ടിയില്ല, വാട്ടിയിട്ടും ഉണ്ടാക്കാം. അതും ഞാൻ ഇതിൽ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടാ, ബ്രെഡ് ടോസ്റ്റിൻ്റെ ഒപ്പരം കഴിക്കുന്നത്. അങ്ങനെ പൈപ്പിംഗ് ബാഗിൽ 3/4 ഗാർലിക് സോസ് ഞാൻ നിറച്ചിട്ടുണ്ട്. ഇനി നിറച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അലങ്കോലാവും. ഇനി നമുക്ക് ഇതിനെല്ലാം ബന്നിലോട്ടങ്ങ് നിറച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടില്ലേ ബന്ന്, കട്ട് ചെയ്ത് വെച്ച ബന്നിൻ്റെ ഓരോ ഉള്ളിലും ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കണം കേട്ടാ. ഇത് സൂപ്പറാണ്. ഇതിൽ മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെയും 2 വേറെയും ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ടേനു കേട്ടാ. അതും ഭയങ്കരമായിട്ട് 1 മില്യൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടേനും. പിന്നീടാണ് ഞാൻ വീഡിയോ ഇടാന്നുള്ള ഇതിൽ തന്നെ എത്തിയിട്ടുള്ളത്. ഇടക്കിടക്ക് വേണ്ട, കൂടുതലായിട്ട് വീഡിയോനെ ഇടാന്ന് വിചാരിച്ചത്. അങ്ങനെ എല്ലാ ബന്നിലും എഗ് സോസ് നിറച്ചിട്ടുണ്ട് കേട്ടാ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. 7 ബന്നാണ് എടുത്തിട്ടുള്ളത്. ഇനിയും ബാക്കിയുണ്ട് സോസ്. ബന്ന് തീർന്നിട്ടുണ്ട് കേട്ടാ. അപ്പം നമുക്ക് വേറെ എന്തിനെങ്കിലും എടുക്കാം. ഇനി ബന്നിൻ്റെ മുകളിൽ ഞാൻ സ്ലൈസ് ചീസ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ചീസാണ്. ചെഡാർ ചീസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, മൊസറല്ല ചീസും ഇട്ട് കൊടുക്കാം. രണ്ടാമത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കുറച്ച് മൊസറല്ല ചീസ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. 2 രീതിയിലും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ചില്ലി ഫ്ലേക്സ്, ഉണക്ക് കായ്മുളക് പൊടിച്ചതില്ലേ, അത് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചീസ് വെക്കുന്നതിന് മുന്നേ അൺസാൾട്ടഡ് ബട്ടറില്ലേ, അതൊന്ന് മെൽട്ടാക്കിയിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചീസെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഗാർലിക് ഫ്ലേവർ കിട്ടും കേട്ടാ. അതാണ് ഒറിജിനൽ കൊറിയൻ ചീസ് ഗാർലിക് ബന്ന്. അതാണ് ഞാൻ ഇതിൽ മുന്നേ ചെയ്തത് കേട്ടാ. അത് കാണാത്തവരുടെ കണ്ടോക്കെ കേട്ടാ. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എൻ്റെ അടുത്ത് ഈ ഒരു എയർ ഫെയർ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇതിൽ മുന്നേ ഞാനിത് വാങ്ങുന്ന ഷോപ്പിംഗ് വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ടേനും. എനിക്കൊരു ഇനാം കാർഡിൽ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 3 ഐറ്റം വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് നമുക്കൊരു കാർഡിൽ പോയിന്റ് കിട്ടൂലേ, ആ ഒരു പോയിന്റ് കുറേ ആയിട്ട് അങ്ങനെ ഞാൻ 3 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടേനും. ബീറ്ററും ചെറിയൊരു ഹാൻഡ് മിക്സിയും പിന്നെ ഒരു എയർ ഫെയർ, ഈ ഒരു എയർ ഫെയറും വാങ്ങിയിട്ടുണ്ടേനും. പോയിന്റ് എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിയാൽ മതി കേട്ടോ. അത് പോയിന്റ് നഷ്ടപ്പെടുത്തണ്ട. ലാസ്റ്റ് ടൈമിനാണ് ഞാൻ പോയിട്ട് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ നാട്ടിൽ നിന്നും എനിക്ക് ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടേനും, ഒരേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയിട്ട്. അപ്പം ഞാൻ ഈ ഒരു എയർ ഫെയറിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഈ ഒരു ചീസ് ഒന്ന് മെൽട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനത് സെറ്റ് ചെയ്തതെല്ലാം. ഈ ഒരു ചീസ് നന്നായിട്ട് വെളിയുന്ന പോലെ കിട്ടിയിട്ടെല്ലാം ഉണ്ട്. പക്ഷേ നോർമൽ നമ്മൾ പാത്രമില്ലേ, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, അതിൽ വെച്ചിട്ട് ഈ ഒരു ചീസ് എനിക്ക് മെൽട്ടായിട്ട് ഈ വെളിയുന്ന പോലെ കിട്ടിയിട്ടൊന്നും ഇല്ലേനും. ഞാൻ ഇതുവരെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ മൂടി വെച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. എയർ ഫെയറോ ഓവനോ ഇല്ലാത്ത ആൾക്കാർ ചെയ്താൽ മതി കേട്ടാ. ഇങ്ങനെ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇതിൽ മുന്നേ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വ്ളോഗിലെല്ലാം ഞാൻ ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം ചെയ്ത വീഡിയോ എല്ലാം ഉണ്ട് കേട്ടാ. അപ്പം ഈ ഒരു ഐറ്റം നല്ല ചെറുതായിട്ടൊരു ക്രിസ്പി എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ചൂടാല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും കേട്ടാ. ഈ ഒരു വീഡിയോ എടുത്തത് സാറ്റർഡേ ആണ്. സാറ്റർഡേ നോർമലായിട്ട് സ്കൂളൊന്നും ഉണ്ടാവലില്ല. പക്ഷേ ഇന്ന് സ്പെഷ്യലായിട്ട് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ മോക്കില്ല കേട്ടാ. അതുകൊണ്ട് 2 ടിഫിനേ ഇപ്പം വേണ്ടുള്ളൂ. ഞാൻ ചെറിയ 2 ഫ്രൂട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതിനെന്തേലും പറയാം, പ്ലംസ്, ഒരു പ്ലംസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിക്കോന്നറിയല്ല, ചെറുതായിട്ട് പുളിപ്പുണ്ട്. ഇതിൽ മുന്നേ ഞാൻ വാങ്ങിച്ചതാണ്. സാധാരണ ഞാൻ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഒരു ബന്ന് മാത്രമേ വെക്കലുള്ളൂ. പക്ഷേ ഇത് ഞാൻ 2 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരെ ഫ്രണ്ട്സിനും കൂടിയും എന്തായാലും അവർ ഷെയർ ചെയ്യും. ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുകയെല്ലാം ചെയ്യും. അപ്പം എന്തായാലും അടിപിടി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം 2 ലഞ്ച് ബോക്സും
ബോക്സും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലഞ്ച് ബോക്സിൽ സ്പൂണും ഫോർക്കെല്ലാം ഉണ്ട്. ഇതിൻ്റെ മേലെ ഞാൻ ഇപ്പോൾ എടുത്തതാണ്. ഇത് സ്പെയർ ആയിട്ട് എടുത്ത് വെച്ചതേനും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാലും എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ ബൈ, മാസ്സലാം.